കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം 16-ാം അധ്യായം ശ്ലോകം 7 ചെയ്തു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇതേ ചോദ്യം തന്നെ, എന്തൊക്കെയാണ് എൻ്റെ വിഭൂതികൾ, എങ്ങനെ ഏത് രൂപങ്ങളിൽ എന്നെ ധ്യാനിക്കണം അല്ലെങ്കിൽ ഉപാസിക്കണം എന്നുള്ള ഇതേ ചോദ്യം തന്നെ അർജുനൻ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ സമയത്ത് എന്നോട് ചോദിച്ചു. അതായത് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ബന്ധുക്കളുടെ ഈ നിഗ്രഹം വലിയ അധർമ്മമാണെന്നും ഒരു ചീത്ത കർമ്മമാണെന്നും അല്ലെങ്കിൽ നിന്ദ്യമായിട്ടുള്ള കർമ്മമാണെന്ന് കരുതിയിട്ട് അർജുനന് ആ ദേഹാഭിമാനമുണ്ടേ, ഞാൻ കൊല്ലണ ആളാണ്, കൊല്ലപ്പെടുന്നത് ഇയാളെ കൊല്ലപ്പെടുന്നു എന്നുള്ള ആ അറിവില്ലായ്മ, അജ്ഞാനമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അജ്ഞാനത്തോടു കൂടി ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് വിരമിച്ചിരുന്നിട്ട് എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞാണ് കേട്ടോ ഭഗവാൻ. ഇനി 8 വായിക്കാം കേട്ടോ നമ്മളെ. സതതാ പുരുഷവ്യാഘ്രോ യുക്ത്യാമേ പ്രതിബോധിത അഭ്യഭാഷത മാമേവം യഥാത്വം രണമൂർധനി. അപ്പോൾ നമുക്ക് 8-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. തത് അപ്പോൾ, മേ യുക്തിയ എന്നാൽ അല്ലെങ്കിൽ ഉചിതമായ പ്രതിബോധിത, മേ ഉക്തിയ പ്രതിബോധിത എന്നാൽ ഉചിതമായി ഉപദേശിക്കപ്പെട്ടപ്പോൾ എന്ത്, സ പുരുഷവ്യാഘ്ര ആ പുരുഷശ്രേഷ്ഠൻ, ത്വം തഥ ഇപ്പോൾ ഉദ്ധവൻ എങ്ങനെ ചോദിക്കുന്നുവോ എങ്ങനെ ചോദിക്കുന്നുവോ ഏവം ഇതുപോലെ തന്നെ രണമൂർധനി മാം അഭ്യഭാഷത ഈ യുദ്ധക്ഷേത്രത്തിൽ എന്നോട് ഇതേ ചോദ്യം ചോദിച്ചു എന്ന് പറയാണ്. അപ്പോൾ ഇതേ ചോദ്യം തന്നെ ചോദിച്ചു എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ കേട്ടോ. അതെ, സതതാ പുരുഷവ്യാഘ്രോ യുക്ത്യാമേ പ്രതിബോധിത അഭ്യഭാഷയ മാമേവം യഥാത്വം രണമൂർധനി. അതായത് ഭഗവാൻ അത് നീയാണ് യുദ്ധം ചെയ്യണമെന്ന് വിചാരിക്കേണ്ട, യുദ്ധം ചെയ്യണം എന്ന് പറയുകയൊക്കെ ചെയ്യുമല്ലോ. അതൊക്കെ കഴിഞ്ഞ് ആ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഇതേ ചോദ്യം തന്നെ ചോദിച്ചു എന്ന്. അതായത് ഭഗവാൻ ഉപദേശിക്കപ്പെട്ടപ്പോൾ ധൈര്യമൊക്കെ തിരിച്ചു കിട്ടി അല്ലേ അർജുനന്. എന്നിട്ട് പിന്നെ ഈ ചോദ്യം ചോദിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി 9, ഇനി ആ വിഭൂതികളെ തന്നെയാണ് പറയാൻ പോണത് കേട്ടോ. എന്താണ്, അഹമാത്മോദ്ഭവാമീഷാം ഭൂതാനാം സുഹൃദീശ്വര അഹം സർവാണി ഭൂതാനി തേഷാം സ്ത്യുത്യുദ്ഭവാപ്യയഃ. ഉദ്ധവ, ഹേ ഉദ്ധവ, അമീഷാം ഭൂതാനാം ഈ ജീവജാലങ്ങൾക്ക് ആത്മാവും സുഹൃത്തും ഈശ്വര നിയന്താവും ഈശ്വരനും അഹം ഞാനാണ്. ഇക്കാണുന്ന സർവ്വജീവജാലങ്ങളുടെയും ആത്മാവും സുഹൃത്തും അവരുടെ നിയന്താവും ഒക്കെ ഞാനാണ്. സർവാണി ഭൂതാനി എല്ലാ ജീവജാലങ്ങളും തേഷാം അവയുടെ സ്ഥിത്യുദ്ഭവാപ്യയഃ സൃഷ്ടിസ്ഥിതി സംഹാരം അവരുടെ സൃഷ്ടിസ്ഥിതിക്കും സംഹാരത്തിന് കാരണവും അഹം ഞാൻ തന്നെ. അത് സിമ്പിൾ അല്ലേ? എന്താ പറയണ, ഞാൻ എല്ലാവരുടെയും അന്തര്യാമിയാണ്, എല്ലാവരുടെയും സുഹൃത്താണ്, എല്ലാവരുടെയും ഈശ്വരനാണ്, എല്ലാവരാലും വന്ദിക്കപ്പെടേണ്ടവനാണ്. മാത്രമല്ല ഞാൻ സർവഭൂതങ്ങളിലും വിളങ്ങുന്നവൻ മാത്രമല്ല, സർവഭൂത സ്വരൂപൻ മാത്രമല്ല, ഞാൻ ഈ സർവ്വജീവജാലങ്ങളുടെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് കാരണവും ഞാൻ തന്നെയാണ്. അവരുടെ സുഹൃത്താണ്, അവരുടെ അന്തര്യാമിയാണ്, അവരുടെ സൃഷ്ടി സംഹാരങ്ങളൊക്കെ കാരണമാണ്, അവരുടെ ഈശ്വരനുമാണ് എന്ന് പറഞ്ഞു അല്ലേ. അഹമാത്മോദ്ഭവാമീഷാം ഭൂതാനാം സുഹൃദീശ്വര അഹം സർവാണി ഭൂതാനി തേഷാം സ്ഥിത്യുദ്ഭവാപ്യയഃ. എല്ലാം ഭഗവാനല്ലാണ്ട് ഒന്നും നടത്തുന്നില്ല. ഇനി 10 വിശേഷമായിട്ടുള്ള വിഭൂതികളെയാണ് ഇനി പറയാൻ പോണത്. അഹം ഗതിമതാം കാലഃ കലയതാമഹം ഗുണാനാം ചാപ്യഹം സാമ്യം ഗുണിന്യ ഉത്പത്തികോ ഗുണഃ. 10 എന്താണെന്ന് വെച്ചാൽ അഹം ഞാൻ, ഗതിമതാം നടക്കുന്നവരുടെ നടത്തം ആണ് ഞാൻ. ഗതിമതാം ഗതിഹീന്ന് നടക്കുന്നവരുടെ നടത്തം ആണ് ഞാൻ. അഹം ഗതിമതാം ഗതിഹി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഞാൻ ഈ
പിന്നെ എന്താണ്, ആർക്കൊക്കെയാണ് മൂവ് ചെയ്യാനുള്ള ശക്തി ഉണ്ട്, അവരുടെ ആ നടക്കാനുള്ള ശക്തിയാണ് ഞാൻ, ജംഗമശക്തി. അതായത് ജംഗമങ്ങൾ, സ്ഥാവരങ്ങളെ പറഞ്ഞാൽ ഇളകാത്തതാണല്ലോ. അപ്പോൾ ഈ മരവും മലകളും ഒക്കെ ജംഗമങ്ങളെ പറഞ്ഞാൽ മൂവ് ചെയ്യണ നമ്മളടക്കം ഉള്ള എല്ലാ ജീവികളും മൂവ് ചെയ്യുമല്ലോ, ജംഗമങ്ങളാണ്. അപ്പോൾ ഇതിലെന്താ പറയുക വെച്ചാൽ, ഈ നടക്കുന്നവരുടെ അല്ലെങ്കിൽ ഒരു ദിക്കുന്ന വേറൊരു ദിക്കുന്ന പോകുന്നവരുടെ ആ നടത്തം, ആ ഗതിശക്തി, ആ നടക്കാനുള്ള ശക്തി ഞാനാണ്. ജംഗമങ്ങളുടെ ആ ജംഗമങ്ങളാവാനുള്ള ശക്തി, അവർക്ക് ശക്തി നൽകുന്നത് ഞാനാണ്. പിന്നെയോ കാലയതാം കാലഹ, അതായത് ഈ വശീകരിക്കുന്നവരിൽ വെച്ച് ഞാൻ കാലമാകുന്നു. ഗുണാനാം, ഗുണങ്ങളിൽ സാമ്യം ഞാൻ, ഈക്വാലിറ്റി, സമത്വം ആണ് ഞാൻ, സാമ്യം ച ആയിരിക്കുന്നു. ഗുണിനി ഔത്പത്തിക, ഗുണമെന്നുള്ള വസ്തുക്കളുടെ സ്വഭാവമായ ഗുണ അപി ഗുഹം. ഗുണം അതായത് എന്താ അതിന് പറഞ്ഞാൽ, ഗുണമുള്ളവരുടെ ഉള്ളിലത്തെ ഗുണം ഞാനാണ്. ഒരു ജീവികൾ നടക്കുന്നുണ്ടല്ലോ ഒരു സ്ഥലത്ത് നിന്ന് വേറെ ഗതി, അവരുടെ ആ ഗതിയുടെ പിന്നിലുള്ള ശക്തി ഞാനാണ്. വശീകരിക്കുന്നവരിൽ വെച്ച് ഞാൻ കാലാണ്. അതായത് കാലം ഇങ്ങനെ പോവുകയാണല്ലോ, അപ്പോഴാണല്ലോ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിൽ ഞാൻ കാലാണ്. ഗുണങ്ങളിൽ വെച്ച് സത്വഗുണമാണ്. പിന്നെയോ ഗുണം നല്ല, പിന്നെ ഗുണമുള്ളവരുടെ ഗുണവും ഞാനാണ്. ഭഗവാനല്ലാണ്ട് ഒന്നുമില്ല എന്നാണ്. അതായത് എല്ലാം ഇവിടെ ഭഗവാൻ തന്നെ ഉള്ളൂ, എല്ലാറ്റിൻ്റെ പിന്നിലുള്ള ശക്തിയും ഭഗവാനാണെന്ന് പിന്നെ പറയണത് കേട്ടോ. അഹം ഗതിർ ഗതിമതാം, അല്ലേ? നമുക്ക് സഞ്ചരിക്കാനുള്ള ശക്തി എപ്പോൾ ആരാ തരണ? ഉള്ളിലുള്ള ചൈതന്യം. ആ ചൈതന്യം മറ്റാ അവിടെ വീണു, അല്ലേ? അപ്പം ശരിയല്ലേ? അഹം ഗതിർ ഗതിമതാം കാലഹ കലയതാമഹം ഗുണാനാം ചാപ്യഹം സാമ്യം. അതായത് ഗുണങ്ങളിൽ ഈ ഇക്വാളിറ്റി പറഞ്ഞല്ലോ, അതായത് എല്ലാവരെയും സമഭാവനോടെ കാണുന്നത് ആരാ? സത്വഗുണമുള്ളവരെ. അപ്പോൾ ഗുണങ്ങളിൽ സത്വഗുണമാണെന്ന് പറയാം വേണമെങ്കിൽ. ഗുണാനാം സാമ്യം എന്ന് പറഞ്ഞല്ലോ, ഗുണത്തിൽ ഈ എന്താണ് ഈ പിന്നെ സാമ്യമായിട്ട് കാണുന്ന, ഭേദഭാവന ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്നതാണല്ലോ സത്വഗുണം. അപ്പോൾ ഗുണങ്ങളിൽ സത്വഗുണമാണ് ഭഗവാൻ. ഗുണിന്യൗത്പത്തികോ ഗുണ, പിന്നെ ഗുണവാന്മാരുടെ ഗുണവും ആണ് എന്ന്. ഇനി ഗുണിനോപ്യഹം സൂത്രം, ഗുണിനാമപ്യഹം സൂത്രം മഹതാം ച മഹാനഹം സൂക്ഷ്മാണാമപ്യഹം ജീവോ ദുർജയാനാമഹം മനഃ. എല്ലാറ്റിലും ഏറ്റവും ശ്രേഷ്ഠമായത് ഭഗവാനാണെന്ന് പറയണം. അതായത് ഭഗവാൻ തന്നെയാണ് എല്ലാം. അതാ ഇനിയിപ്പോൾ എന്താ പറയണത്? ഗുണിനാം, ഗുണമുള്ളവരിൽ അഹം സൂത്രം, ഞാൻ സൂത്രാത്മാവാണ്, സൂക്ഷ്മ ആയിട്ടുള്ളത്. മഹതാം, മഹാത്മാക്കളിൽ അല്ലെങ്കിൽ മഹത്തായവയിൽ അഹം മഹാൻ ചാൻ, ഞാൻ മഹത്തത്വമാണ്. ഏറ്റവും മഹത്തായിട്ടുള്ളതിൽ ഞാൻ മഹത്തത്വം തന്നെയാണ്. അതായത് ആ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ എന്നൊക്കെ നമ്മൾ പറയാം. സൂക്ഷ്മാണാമപി, സൂക്ഷ്മമായവകളിൽ അഹം ജീവ, ഞാൻ ജീവനാണ്. ദുർജയാനാം, ജയിക്കുവാൻ ഏറ്റവും സാധിക്കാത്ത ഏതൊക്കെയാണ് ഉള്ളത് അതിൽ അഹം മനസ്സും ആണ് ഞാൻ എന്നാണ് പറയുന്നത്. എല്ലാറ്റിലും ശ്രേഷ്ഠമായത് ഭഗവാൻ. അപ്പോൾ എന്താ പറയണതിൽ, അതായത് ഈ പിന്നെ ഗുണങ്ങളിൽ ഞാൻ പ്രഥമ, അതായത് സൂത്രാത്മാവാണ് എന്ന് പറയാണ്. അതായത് ആദ്യം ഉണ്ടായിട്ടുള്ള ആ ഗുണങ്ങൾ ഉണ്ടാവണതിൻ്റെ മുമ്പേ ഉള്ള ആ ബ്രഹ്മം, അല്ലേ? അത് സൂത്രാത്മാവ്. ഗുണത്രയങ്ങളോട് കൂടിയവയിൽ വെച്ച് ഞാൻ ഏറ്റവും ആയിട്ടുള്ളത്, ആദ്യമായിട്ടുണ്ടായിട്ടുള്ള സൂത്രാത്മാവാണ്. മഹത്തായതിൽ വെച്ച് മഹത്തത്വമാണ്. പിന്നെയോ വളരെ സൂക്ഷ്മമായിട്ടുള്ള ജീവങ്ങളിൽ, ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതിൽ ഞാൻ അതിസൂക്ഷ്മമായ ജീവനാണ്. പിന്നെയോ അതായത് ഏറ്റവും ജയിക്കാൻ കഴിയാത്ത എല്ലാ വസ്തുക്കളെയും നമ്മളെടുത്താൽ അതിലേറ്റവും വിഷമം മനസ്സാണത്ര ജയിക്കാൻ. അതുകൊണ്ട് ഭഗവാൻ മനസ്സു തന്നെയാണ് എല്ലാറ്റിലും ശ്രേഷ്ഠം. അങ്ങനെ കുറേ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നാരദനാണ് മുനിമാരിൽ, പിന്നെ സിദ്ധന്മാരിൽ കപിലനാണെന്നൊക്കെ പറയും. ഗുണിനാമപ്യഹം സൂത്രം മഹതാം ച മഹാനഹം. മഹാനഹം ചെന്നറിയോ? മഹാൻ ചാൽ ഇവിടെ മഹത്തത്വത്തിനെയാണ്. നമ്മൾ ഓർമ്മയില്ലേ, സൃഷ്ടിയുടെ സമയത്ത്
ഭഗവാൻ പിന്നെ ഈക്ഷണം ചെയ്യുമ്പോൾ, എനർജി കൊടുക്കുമ്പോൾ സത്വഗുണത്തിൻ്റെയും രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും സന്തുലിതാവത നഷ്ടപ്പെട്ട മഹത്തത്വം വെണ്ണ തൈരിൽ നിന്ന് പിരിയുന്ന പോലെ പിരിഞ്ഞു എന്നൊക്കെ ആ മഹത്തത്വമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. മഹത്തായതിൽ വെച്ച് മഹത്തത്വം, സൂക്ഷ്മമായത് വളരെ സട്ടിലായിട്ടുള്ളതിൽ വെച്ച് ജീവനും, ജയിക്കാൻ വിഷമമുള്ളതിൽ മനസ്സെന്നാണല്ലോ. ഗുണിനാമപ്യഹം സൂത്രം മഹതാം ച മഹാനഹം സൂക്ഷ്മാണാമപ്യഹം ജീവോ ദുർജയാനാമഹം മനഃ. ഇനി 12. ഹിരണ്യഗർഭോ വേദാനാം മന്ത്രാണാം പ്രണവസ്ത്രീവൃത്ത് അക്ഷരാണാം അകാരോസ്മി പദാനി ഛന്ദസാമഹം. ഗീതയിൽ പറഞ്ഞ അതന്നെയാണ്, ഭഗവത്ഗീതയിൽ പറഞ്ഞത് തന്നെ. എന്താണ്? വേദം ഉപദേശിക്കുന്നവർക്കിടയിൽ, അതായത് വേദപണ്ഡിതന്മാർക്കിടയിൽ ഞാൻ ഹിരണ്യഗർഭനാണ്, അതായത് ആദ്യത്തെ ബ്രഹ്മാവ്. മന്ത്രങ്ങളിൽ ത്രിവൃത്ത് പ്രണവ, 3 അക്ഷരമുള്ള പ്രണവാണ്. അകാരവും ഉകാരവും മകാരമാണല്ലോ, അതുള്ള പ്രണവാണ് ഞാൻ. എല്ലാ മന്ത്രങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠം പ്രണവാണ്. അപ്പം അത് ഭഗവാനാണ്. വേദവിത്തുകളിൽ, അതായത് വേദജ്ഞാനികളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? ഹിരണ്യഗർഭൻ. അപ്പോൾ ഭഗവാൻ ഹിരണ്യഗർഭനാണ്. അക്ഷരങ്ങളിൽ അകാരമാണ് ആദ്യത്തെ അക്ഷരം, അല്ലേ? പിന്നെയോ ഛന്ദസ്സുകളിൽ, അതായത് മീറ്റർ, പദാനി, അതായത് ഗായത്രി ഛന്ദസ്സാണ് ഞാൻ. എല്ലാ വൃത്തം എന്ന് പറയുമല്ലോ നമ്മളെ, എല്ലാ വൃത്തം എടുക്കുക. വേദത്തിലത്തെ വൃത്തങ്ങളാണ് പറയണത്. വേദത്തിലത്തെ എല്ലാ മീറ്ററുകളും വൃത്തങ്ങളും എടുക്കുക വെച്ചാൽ ഞാൻ അതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗായത്രിയാണ്. ഗായത്രി വൃത്തമാണ് ഏറ്റവും ഉത്തമം. അഹം അസ്മി, അതും ഞാനാണ്. അപ്പോൾ ഇതിൽ ഈ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. എന്താണ്? വേദം ജ്ഞാനികൾ അല്ലെങ്കിൽ വേദം പഠിപ്പിക്കുന്നവരിൽ വെച്ച് ഞാൻ ബ്രഹ്മാവോ അല്ലെങ്കിൽ ഹിരണ്യഗർഭനാണ്. മന്ത്രങ്ങളിൽ വെച്ചിട്ട് അകാരാണ്, മന്ത്രങ്ങളിൽ വെച്ചിട്ട് ഓംകാരാണ്. അക്ഷരങ്ങളിൽ വെച്ച് അകാരാണ്. പിന്നെ ഛന്ദസ്സുകളിൽ വെച്ച് ഞാൻ ഗായത്രിയാണ്. അതാണ് പറഞ്ഞത്. ഇനി 12 വായിച്ച് 13 പോവാം. ഹിരണ്യഗർഭോ വേദാനാം മന്ത്രാണാം പ്രണവസ്ത്രീവൃത്ത് അക്ഷരാണാം അകാരോസ്മി പദാനി ഛന്ദസാമഹം ഇന്ദ്രോഹം സർവദേവാനം വസൂനാമസ്മി ഹവ്യവാദ് ആദിത്യാനാമഹം വിഷ്ണു രുദ്രാണം നീലലോഹിത. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയാണ്. എന്താ? സർവദേവാനാം, എല്ലാ ദേവന്മാരിലും വെച്ച് ഇന്ദ്രൻ അഹം, ഞാൻ ഇന്ദ്രനാണ്. ഇന്ദ്രനാണല്ലോ ശ്രേഷ്ഠൻ. വസുക്കളിൽ ഹവ്യവാട്, അഗ്നി എന്ന വസുവാണ് ഞാൻ. വസുക്കളിൽ ഹവ്യവാടിച്ച അഗ്നിയാണ് ഞാൻ വസുക്കളിൽ. പിന്നെ ആദിത്യന്മാരിൽ വിഷ്ണുവാണ്. ആദിത്യാനാം അഹം വിഷ്ണുവാണ്. തന്നെയാണ് മറ്റേ ഭഗവത്ഗീതയിൽ ഇങ്ങനെ തന്നെ പറയണം, അല്ലേ? രുദ്രന്മാരിൽ നീലലോഹിത, നീല കളറ് ഉണ്ടല്ലോ, പിന്നെ നീലകണ്ഠനാണ് എന്നാണ് പറഞ്ഞത്. ഇതിൽ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ദേവന്മാരിൽ വെച്ച് ഇന്ദ്രനാണ് ഞാൻ. അഷ്ടവസുക്കളിൽ ഞാൻ അഗ്നിയാണ്. ആദിത്യന്മാരിൽ വിഷ്ണുവാണ്. രുദ്രന്മാരിൽ 11 രുദ്രന്മാരുണ്ടല്ലോ, ഏകാദശ രുദ്രന്മാർ, അതിൽ ഞാൻ നീലലോഹിതനാണ് എന്നാണ് പറഞ്ഞത്. 11 രുദ്രന്മാരിൽ കേട്ടോ, ഏകാദശ രുദ്രന്മാർ നീലലോഹിതനാണ്. എല്ലാറ്റിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അതാണെന്നാണ് പറഞ്ഞത്. ഇന്ദ്രോഹം സർവദേവാനം വസൂനാമസ്മി ഹന്യവാട്ട് ആദിത്യാനാമഹം വിഷ്ണു രുദ്രാണം നീലലോഹിത. ഇനി 14. ബ്രഹ്മർഷീണാം ഭൃഗുരഹം രാജർഷീണാമഹം മനുഹു ദേവർഷീണാം നാരദോഹം ഹവിർധാന്യസ്മി ധേനുഷു. അപ്പോൾ 14 എന്താ പറയണ വെച്ചാൽ ബ്രഹ്മർഷീണാം അഹം ഭൃഗു. മഹർഷിമാരിൽ, വലിയ ബ്രഹ്മർഷിമാരിൽ ഞാൻ ഭൃഗുവാണ്, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആൾ. രാജർഷീണാം ഞാൻ അഹം മനു. രാജർഷിമാരിൽ, അതായത് രാജാവ് ഋഷിമാരായവരാണ് രാജർഷിമാർ. മറ്റതൊക്കെ ബ്രഹ്മജ്ഞാനം നേരെ പിന്നെ ബ്രഹ്മചര്യമൊക്കെ അനുഷ്ഠിച്ച് അങ്ങനത്തെ മഹർഷിമാരിൽ ഭൃഗു. രാജാവായിട്ട് മഹർഷി ആവണവരിൽ മനു, സ്വയംഭുവ മനു. ദേവർഷികളിൽ നാരദൻ, അല്ലേ? ധേനുഷു, പശുക്കളിൽ കാമധേനു, ഏറ്റവും കേമായിട്ടുള്ളതല്ലേ? അതാണ് ഇതിൽ പറഞ്ഞത്. അതായത് ബ്രഹ്മർഷികളിൽ ഭൃഗുവാണ്, രാജർഷികളിൽ മനുവാണ്, ദേവർഷികളിൽ നാരദൻ, പശുക്കളിൽ കാമധേനു.
ഇനി ബ്രഹ്മർഷീണാം ഭൃഗുരഹം രാജർഷീണാമഹം മനുഃ ദേവർഷീണാം നാരദോഹം ഹവിർധാന്യസ്മി ധേനുഷു സിദ്ധേശ്വരാണാം കപിലഃ സുവർണോഹം പദത്രിണാം ഗരുഡനാണ് പ്രജാപതീനാം ദക്ഷോഹം പിതॄണാം അഹം അര്യമ. ഇനി സിദ്ധേശ്വരാണാം സിദ്ധേശ്വരന്മാരിൽ കപിലനും പദത്രിണാം പക്ഷികളിൽ അഹം സുവർണഃ ഞാൻ ഗരുഡനും പ്രജാപതീനാം പ്രജാപതികളിൽ അഹം ദക്ഷ ഞാൻ ദക്ഷനും പിതൃണാം പിതൃക്കളിൽ ഞാൻ ആര്യമാവും ആണ് എന്ന് പറഞ്ഞു. ഇതിലങ്ങനെയാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ സിദ്ധന്മാരിലെ കപിലൻ, പക്ഷികളിലെ ഗരുഡൻ, പ്രജാപതികളിലെ ദക്ഷൻ, പിതൃക്കളിലെ ആര്യമ, ഇതൊക്കെ ഞാനാണ്. സിദ്ധേശ്വരാണാം കപില സുവർണോഹം പദത്രിണാം പ്രജാപതീനാം ദക്ഷോഹം പിതൃണാമഹം അര്യമാവ്. ഇനി 16, അതായത് പിതൃക്കളുടെ എന്താണ് ലീഡറാണ് അര്യമ. അതുപോലെ എല്ലാവരുടെയും ലീഡറാണ് ഞാൻ എന്നാണ് പറഞ്ഞു കേട്ടോ. മാം വിദ്യുദ്ധവ ദൈത്യാനാം പ്രഹ്ലാദം അസുരേശ്വരം സോമം നക്ഷത്ര ഔഷധീനാം ധനേശം യക്ഷരക്ഷസാം. ഇനിയും പറയണ്ട, ഹേ ഉദ്ധവ ദൈത്യാനാം അസുരന്മാരിൽ അസുരേശ്വരം പ്രഹ്ലാദം ഞാൻ പ്രഹ്ലാദനാണ്. ഹിരണ്യകശിപുവിനെ കൊന്നപ്പോൾ പ്രഹ്ലാദൻ ചക്രവർത്തി ആയില്ലോ. അപ്പോൾ അസുരന്മാരിൽ ചക്രവർത്തിയായ പ്രഹ്ലാദനാണ്. നക്ഷത്രൗഷധീനാം നക്ഷത്രങ്ങൾക്കും ഔഷധികൾക്കും അധിപതിയായിട്ടുള്ള സോമം ചന്ദ്രനാണ് അവരിലൊക്കെ വെച്ചിട്ട്. യക്ഷരാക്ഷസന്മാരിൽ ആര്? ധനേശം കുബേരൻ ആണ്. മാം വിദ്ധി എന്ന് അറിഞ്ഞുകൊള്ളുക. അതായത് ഹേ ഉദ്ധവ അസുരന്മാരിൽ ഞാൻ പ്രഹ്ലാദനാണ്. നക്ഷത്രങ്ങൾക്കും ഔഷധങ്ങൾക്കും ശ്രേഷ്ഠനായ അല്ലെങ്കിൽ അവരധിപനായ അവരിൽ നോക്കുമ്പോൾ ഞാൻ ചന്ദ്രനാണ്. നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ ചന്ദ്രനാണെന്ന്. യക്ഷരാക്ഷസന്മാരിൽ നോക്കുമ്പോൾ കുബേരൻ യക്ഷനാണല്ലോ. അപ്പോൾ അവരുടെയൊക്കെ അധിപതിയാണ് ഞാൻ, കുബേരനാണ് എന്ന് അറിഞ്ഞുകൊള്ളുക എന്നാണ് പറഞ്ഞത്. മാം വിദ്യുദ്ധവ വിദ്ധി പറഞ്ഞാൽ അറിഞ്ഞാലും, ഞാൻ ഇതൊക്കെയാണെന്ന് അറിഞ്ഞാലും എന്ന് പറയും. മാം വിദ്യുദ്ധവ ദൈത്യാനാം പ്രഹ്ലാദം അസുരേശ്വരം സോമം നക്ഷത്ര ഔഷധീനാം നക്ഷത്രങ്ങളിലും ഔഷധികളിലും ഞാൻ ചന്ദ്രനാണ്. ധനേശം യക്ഷരക്ഷസാം. അല്ലേ, ഇനി ആനകളിലാരാണ്? ഐരാവതാണെന്നൊക്കെ പറയും. ഐരാവതം ഗജേന്ദ്രാണാം യാദസാം വരുണം പ്രഭും തപതാം ദ്യുമതാം സൂര്യം മനുഷ്യാണാം ച ഭൂപതിം. ഇനി ഗജേന്ദ്രാണാം അതായത് ആനകളിൽ, അതായത് വലിയ വലിയ ആനകൾ, ഉത്തമമായ ആനകളിൽ ഐരാവതമാണ് ഞാൻ. അല്ലേ, ഇന്ദ്രൻ്റെ ഐരാവതം അല്ലേ ഏറ്റവും വലുത്, അതാണ് ഞാൻ. യാദസാം അതായത് ജലജന്തുക്കൾ, യാദസ്സുകളെ പറഞ്ഞ ജലജന്തുക്കളാണ്. യാദസാം ജലജന്തുക്കളിൽ ഞാൻ എന്താണ്? ജലജന്തുക്കളുടെ നാഥനായിട്ടുള്ള വരുണനാണ്. അല്ലേ, ജലത്തിൻ്റെ നാഥനായിട്ടുള്ള വരുണനാണ് വരുണൻ. ജലജന്തുവിനെ പോലെ സമുദ്രത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ജലജന്തുക്കളിൽ ഞാൻ വരുണനാണ്. തപതാം തപിക്കുന്നവരിലും, അതായത് നല്ല പ്രകാശം കൊടുക്കുന്നവരിൽ, പ്രകാശിക്കുന്നവരിലും താപം നൽകുന്നവരിലും ഞാൻ ആരാണ്? സൂര്യനാണ്. മനുഷ്യനാണ്, മനുഷ്യരിൽ ഞാൻ രാജാവാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ആനകളിൽ ഞാൻ ഐരാവതാണ്, ജലജന്തുക്കളിൽ ഞാൻ വരുണനാണ്, പ്രകാശവും ചൂടും നൽകുന്നവരിൽ ഞാൻ സൂര്യനാണ്, മനുഷ്യന്മാരിൽ ഞാൻ രാജാവാണ്. ഐരാവതം ഗജേന്ദ്രാണാം യാദസാം വരുണം പ്രഭും തപതാം ദ്യുമതാം സൂര്യം മനുഷ്യാണാം ച ഭൂപതിം ഉച്ചൈശ്രവാസ്തുരംഗാണാം ധാതൂനാമസ്മി കാഞ്ചനം യമ സംയമതാം ചാഹം സർപ്പാണാമസ്മി വാസുകി. ഇതിലൊക്കെ എന്താ പറയണേ? കുതിര, തുരങ്കം ച കുതിരയല്ലേ, കുതിരകളിൽ ഞാൻ ഉച്ചൈശ്രവസ്സാണ്. അമൃത കടഞ്ഞപ്പോൾ വന്നില്ലേ പാലാഴിയുന്ന ഉച്ചൈശ്രവസ വെളുത്ത കുതിര, അതാണ് ഞാൻ. ഏറ്റവും ഉത്തമമായിട്ടുള്ള കുതിരയാണ്. അപ്പോൾ കുതിരകളിൽ ഞാൻ ഉച്ചൈശ്രവസ്സാണ്. ധാതുക്കളിൽ, അതായത് മെറ്റൽസിലൊക്കെ നോക്കുക വെച്ചാൽ സ്വർണ്ണമാണ്.
അസ്മി, ഞാൻ സ്വർണത്തിലിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ സ്വർണ്ണമാണ്. സംയമതാം, നല്ല അച്ചടക്കം അല്ലെങ്കിൽ ഉള്ളവരിൽ, അതായത് എത്ര സമയം വന്നാൽ നല്ല ഡിസിപ്ലിനാണ് യമരാജാവിനെ, കാലനെ. സമയം വന്ന ആരെയായാലും ആ നിമിഷം കൊണ്ടുപോകും, വേറെ ഒന്നും ആലോചിക്കില്ല, അവരുടെ സ്ഥിതിയൊന്നും ആലോചിക്കില്ലല്ലോ. അങ്ങനല്ലേ കാലൻ. മരണം നമ്മളെ എപ്പോൾ വേണമെങ്കിൽ വന്ന് കൊണ്ടുപോകുമല്ലോ. അപ്പം കാലൻ ആ സമയത്ത് നല്ല അച്ചടക്കമുള്ള ആളാണെന്ന് പറയുകയാണ്. അപ്പോൾ അച്ചടക്കമുള്ളവരിൽ ഞാൻ യമനും, സർപ്പാണാം, സർപ്പങ്ങളിൽ ഞാൻ വാസുകിയുമാണ്. അതാണ് ഇതിൽ പറഞ്ഞത്. എന്താണ്? കുതിരകളുടെ ഉച്ചൈശ്രവസമാണ്, സ്വർണത്തിൽ അല്ല പിന്നെ ലോഹങ്ങളിൽ സ്വർണ്ണാണ്, അച്ചടക്കമുള്ളവരിൽ യമനാണ്, സർപ്പങ്ങളിൽ വാസുകിയാണ്. ഉച്ചൈശ്രവാസ്തുരംഗാണാം ധാതൂനാമസ്മി കാഞ്ചനം യമ സംയമതാം ചാഹം സർപ്പാണാമസ്മി വാസുകി. ഇനി 19. നാഗേന്ദ്രാണാമനന്തോഹം. നാഗങ്ങൾ, സർപ്പങ്ങളിലാണ് വാസുകി, വിഷമുള്ളതിനാണ് സർപ്പം പറയുക, മറ്റേ നാഗങ്ങളാണ് കുറച്ചും കൂടി ഉത്തമം. നാഗങ്ങളിൽ അനന്തനാണെന്നാണ്. നാഗേന്ദ്രാണാമനന്തോഹം മൃഗേന്ദ്ര ശൃംഗി ദംഷ്ട്രിണാം ആശ്രമാണാമഹം തുര്യോ വർണ്ണാനാം പ്രഥമോനഖ. എന്താണ്? നാഗേന്ദ്രാണാം, നാഗശ്രേഷ്ഠന്മാരിൽ അനന്തനും, അതായത് നാഗങ്ങളിൽ, ശൃംഗി കൊമ്പുള്ളവയിൽ, എന്താ ദംഷ്ട്രങ്ങൾ, ശൃംഗങ്ങൾ ഉള്ളവ, ദംഷ്ട്രങ്ങൾ ഉള്ളവ, അതിൽ മൃഗങ്ങളിൽ അഹം മൃഗേന്ദ്ര, മൃഗങ്ങളിൽ ഞാൻ സിംഹവും. ആശ്രമാണാം, ആശ്രമങ്ങളിൽ സന്യാസാശ്രമവും, അവസാനത്തെ 4-മത്തെ അല്ലേ? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം 4-മത്തെ ആണല്ലോ ഇത്. തുര്യ പറഞ്ഞ തുരീയം ച, തുരീയം ച 4-മത്തെ നാർത്ഥേ. അതുകൊണ്ടാണ് 4-മത്തെ ആശ്രമം എന്ന് പറയുമ്പോൾ സന്യാസം. ആശ്രമങ്ങളിൽ ഞാൻ സന്യാസാശ്രമാണ്. ഹേ അനഘ, പാപമില്ലാത്ത ഉദ്ധവ. വർണ്ണാനാം, വർണ്ണങ്ങളിൽ, അതായത് 4 വർണ്ണങ്ങളല്ലേ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, അതിൽ ഞാൻ ബ്രാഹ്മണനാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിലെന്താ പറഞ്ഞത്? അനന്തനാണ് നാഗങ്ങളിൽ, ജന്തുക്കളിൽ, അതായത് കൊമ്പുള്ളതും ദംഷ്ട്രങ്ങളുള്ളതും പലതരത്തിലുള്ള ജന്തുക്കളിൽ ഞാൻ സിംഹമാണ്, രാജാവാണല്ലോ. ആശ്രമങ്ങളിൽ സന്യാസാശ്രമാണ്, വർണ്ണങ്ങളിൽ ബ്രാഹ്മണനാണ് എന്നാണ് ഇതിൽ പറഞ്ഞത്. 19. നാഗേന്ദ്രാണാമനന്തോഹം മൃഗേന്ദ്രശൃംഗിദംഷ്ട്രിണാം ആശ്രമാണാമഹം തുര്യോ വർണ്ണാനാം പ്രഥമോനഖ. തീർത്ഥാനാം സ്രോതസാം ഗംഗ സമുദ്രസരസാമഹം ആയുധാനാം ധനുരഹം ത്രിപുരഘ്നോ ധനുഷ്മതാം. 20 സ്രോതസാം തീർത്ഥാനാം, ഈ പ്രവഹിക്കുന്ന തീർത്ഥങ്ങളിൽ, അതായത് നദികളിൽ ഗംഗയും, സരസാം തങ്ങി നിൽക്കുന്ന, അതായത് തടാകങ്ങളിൽ, അഹം സമുദ്ര, ഞാൻ സമുദ്രവും, ഒഴുകണില്ലല്ലോ സമുദ്രം. ആയുധാനാം, ആയുധങ്ങളിൽ, ധനു വില്ലും, ധനുഷ്മതാം വില്ലാളികളിൽ, ത്രിപുരഘ്ന, അതായത് ത്രിപുര സംഹാരം ചെയ്ത ശിവനും അഹം, ഞാനാണ് എന്നാണ് പറഞ്ഞത്. എന്താണ് ഇതിൽ? അതായത് പ്രവഹിക്കുന്ന തീർത്ഥങ്ങളിൽ, സ്രോതാസാം അല്ലേ, അതായത് പുഴകളിൽ ഞാൻ ഗംഗയും, തങ്ങി നിൽക്കുന്ന, അതായത് തടാകങ്ങളിൽ ഞാൻ സമുദ്രവും, ഒഴുകാത്തതേ, ആയുധങ്ങളിൽ വില്ലും, വില്ലാളികളിൽ ശിവനും ആണ്, ത്രിപുര സംഹാരം ചെയ്ത ആൾ. തീർത്ഥാനാം സ്രോതസാം ഗംഗ സമുദ്ര സരസാമഹം ആയുധാനാം ധനുരഹം ത്രിപുരഘ്നോ ധനുഷ്മതാം. ധിഷ്ണ്യാനാമപ്യഹം മേരുഃ ഗഹനാനാം ഹിമാലയഃ വനസ്പതീനാം അശ്വത്ഥ ഔഷധീനാമഹം യവഃ. ഇതും കൂടി കഴിഞ്ഞ് നിർത്താം. അതായത് വസിക്കാൻ പറ്റുന്ന, താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഞാൻ മേരുപർവ്വതമാണ്. പിന്നെയോ പ്രവേശിക്കാൻ സാധിക്കാത്ത, വളരെ വിഷമല്ലേ കയറിപ്പോവാനൊക്കെ, അങ്ങനത്തെ ഇതിൽ ഞാൻ ഹിമാലയമാണ്. താമസിക്കാൻ പറ്റുന്നതാണ് മേരുപർവ്വതം, അത്ര ഉയരമൊന്നുമില്ല, ഉണ്ട് ഉയരം, പക്ഷെ താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണ്, നല്ല വെതറൊക്കെയാണ്. നമുക്ക് കയറാനും അവിടെ താമസിക്കാനും വിഷമമുള്ളതിൽ ഞാൻ ഹിമാലയമാണ്. പിന്നെയോ വനസ്പതീനാം,
അതിനിടയ്ക്കൊരു പോസ് ഉണ്ടായി കേട്ടോ. അതായത് ഇപ്പോൾ താമസിക്കാൻ വളരെയധികം സൗകര്യമുള്ള സ്ഥലങ്ങൾ നോക്കുമ്പോൾ മേരു പർവ്വതവും, പ്രവേശിക്കാൻ ഗഹനായിട്ടുള്ള അതായത് വിഷമുള്ള സ്ഥലങ്ങളിൽ വെച്ച് ഹിമാലയവും, പിന്നെയോ വനസ്പതികളിലും എന്താണ് പിന്നെന്താണ് അഹമസ്മി ഞാൻ ഇരിക്കുന്നു, പിന്നെന്താ വനസ്പതികളിൽ അശ്വത്ഥം, വൃക്ഷങ്ങളിൽ ഞാൻ ആലും, ഔഷധീനാം ധാന്യങ്ങളിൽ യവഹ അഹം യവം എന്ന ധാന്യവുമാകുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇതും കൂടി നമുക്ക് നിർത്താം. 21 അതാണ് എന്താണ് പിന്നെന്താണ് വാസസ്ഥാനങ്ങളിൽ വെച്ച് ഞാൻ മഹാമേരുവും, എത്താൻ വിഷമമുള്ള സ്ഥലങ്ങളിൽ വെച്ച് അതായത് എത്തിച്ചേരാൻ വിഷമമുള്ള സ്ഥലങ്ങളിൽ വെച്ച് ഹിമാലയവും, വനസ്പതികൾ അതായത് വൃക്ഷങ്ങളിൽ വെച്ച് ഞാൻ ആൽവൃക്ഷവും, ഔഷധികളിൽ വെച്ച് ഞാൻ യവം എന്ന ധാന്യവും ആകുന്നു എന്ന് പറഞ്ഞ് നമുക്കിന്ന് ഇവിടെ നിർത്താം. 21 വായിച്ചിട്ട് ധിഷ്ണ്യാനാമപ്യഹം മേരുഹു ഗഹനാനാം ഹിമാലയ വനസ്പതീനാം അശ്വത്ഥം ഔഷധീനാം അഹം യവഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.